എൻ്റെ അതിലെ പ്രശ്നം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മ പറയുന്നത് കേൾക്കാനും അമ്മയോട് മറുപടി പറയാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തായാലും വിഷമിക്കണ്ട കേട്ടോ. നിൻ്റെ കാര്യം നടത്തിയിട്ട് ഞാൻ പോവുള്ളൂ. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. സാറയ്ക്ക് അത് ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1 വീക്ക് ടൈമുണ്ട്. തനിക്കിതൊന്നും കൂടി ആലോചിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾസ് കട്ട് ചെയ്യാനായിട്ടുള്ള ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് തുടങ്ങാം. അതിനു മുമ്പ് ബോഡിയിലെ റിയാക്ഷൻസ് അറിയാനായിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഓരോ ഓർഗൻസായിട്ട് റീഅസൈൻ ചെയ്യണം. വേണേൽ സർജറി കഴിഞ്ഞും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ബട്ട് വൺസ് സർജറി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സാറയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പഴയതുപോലെ പെണ്ണാവാൻ സാധിക്കില്ലെന്നർത്ഥം. I know, doctor. എനിവേ ഇറ്റ്സ് അപ് ടു യു. I have my reasons. സാറ ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമോ? ആൻ്റണി, ഇതൊരു ചെറിയ കാര്യമല്ല. സാറ ടോട്ടലി മാറാൻ തുടങ്ങുമ്പോൾ അവൾ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് കെൻ കോസ് സം സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി. പിന്നെ നാട്ടിലുള്ള പള്ളിയിലച്ഛനും അമ്മച്ച പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെയല്ലേ മൈസൂരിലുള്ള ഡോക്ടർ. താൻ എന്തിനാ ഇത് മാറ്റി വെക്കുന്നത്? എന്താ അങ്ങനെ ചോദിച്ചു? വെറുതെ. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ചേട്ടന്മാർ ഒരു 5 മിനിറ്റിൽ ഇവിടോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരു പെൺകുട്ടിയായോണ്ട. ശരിയാ. ബോയ്സ് ഓൾവേസ് ഹാവ് ദ ഫ്രീഡം ഫോർ എവറിത്തിങ്. 6 മണിക്ക് വീട്ടിൽ കയറണ്ട. ഏത് പാതിരാത്രി എവിടെ വേണേ പോവാം. ചേട്ടാ ഒന്ന്. താങ്ക് യു. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കണ്ട. കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ കെട്ടിച്ചോടുന്നില്ല പരാതിയാക്കണ്ട. പബ്ലിക്കായി കുളിക്കാം എങ്ങനെ വേണേലും. ഒരാഴ്ച കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, തന്നെ പോലെ. ആൻഡ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് എന്താ അറിയോ? തനിക്ക് എപ്പോൾ വേണേലും ആരുടെ കൂടെയും കിടക്കാം. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് പീരിയഡ്സ്, പ്രഗ്നൻസീസ് ഓർ പെയിൻ. നോട്ട് ഓൾ മെൻ ആർ ഓൾവേസ് ഇൻ ദ മൂഡ് ഫോർ സെക്സ്. തനിക്കും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തായാലും ഞാൻ സർജറി ചെയ്യാൻ പോലെ. Want to know how it works? ഞാൻ മച്ചാന് വേണ്ടി നാട്ടാ വിചാരിച്ചത്. കുറേ തപ്പി ബ്രോ, കുറേ തപ്പി. എല്ലാവരും സ്ട്രെയിറ്റ് ആണ്. ഇത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ലില്ലി. കാര്യം പറഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. ആ താഴെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ നാളെ കണ്ടിട്ട് വരാം. മച്ചാനെ അത് സെറ്റായിട്ടാ. ഓക്കെ. Let's start
with some wine. Sure. Are you bisexual? I haven't identified yet. I fell in love with that girl. കൊച്ചു കൊള്ളാട്ടോ. എന്നിട്ട് പ്രപ്പോസ് ചെയ്തോ? സർജറി കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഷീ സെഡ് ഷീൽ വെയിറ്റ്. ഓ എന്നിട്ട് ഒന്നുമില്ല. ദേ അതായിരുന്നു നമ്മുടെ സ്ഥിരം സ്പോട്ട്. അടിപൊളിയായിരുന്നു. ആഹാ. ഹായ്. ഈ മരുന്നെ കണക്കിനാണ് നീ എന്നോട് വിളിച്ചുകൊണ്ടുവന്നത്. അളിയാ പോലളിയാ പ്ലീസ്. നീ വിട്ടേ. ഇല്ല അളിയാ, നമുക്കിടയിൽ ഇനി പ്രശ്നം വേണ്ട, നമുക്ക് തീർക്കാം. തീർക്കാം. കാസി അവനെ വിടറാ. അവൻ തല്ലട്ടെ. ഇവനെ ഏതാ? ഇത് പഴയ ആൻ്റണി ഒന്നുമല്ല.